പുതിയ ശമ്പള കമ്മീഷനെ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയോ അതിന്റെ സമയക്രമം വ്യക്തമാക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ കാത്തിരിപ്പിനൊടുവിൽ 8ാം ശമ്പള കമ്മീഷൻ സുപ്രധാന തീരുമാനമെടുത്തിരിക്കുന്നു. ഈ മാസം 31 വരെ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾക്ക് പ്രതികരണം അറിയിക്കും. ഓരോ 10 വർഷത്തേക്കാണ് ശമ്പള കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത്. 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2025 ഡിസംബർ 31-നാണ് അവസാനിച്ചത്. അതിനുശേഷമാണ് 8ാം ശമ്പള കമ്മീഷനെ നിയോഗിച്ചത്. പുതിയ ശമ്പള കമ്മീഷൻ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയോ അതിന്റെ സമയക്രമം വ്യക്തമാക്കുകയോ ചെയ്തിട്ടില്ല എന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശങ്ക നിറയ്ക്കുന്ന ഒന്നു തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകളെല്ലാം സമർപ്പിക്കാൻ 18 മാസമാണ് കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത്. അതായത് അടുത്ത വർഷം ജൂണിലായിരിക്കും കമ്മീഷൻ 8ാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കുക. ശേഷം സർക്കാർ വിശദമായി പഠിക്കും. അതിനുശേഷം കേന്ദ്ര മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിടും. തുടർന്ന് മന്ത്രിസഭ അംഗീകരിച്ചാൽ റിപ്പോർട്ട് നടപ്പാക്കും. ഏറ്റവും ചുരുങ്ങിയത് 2028 ജനുവരി മുതലാകും റിപ്പോർട്ട് നടപ്പാക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇവിടെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏകദേശം 2 വർഷത്തോളമാണ് നഷ്ടമാകുന്നത്. ആയതിനാൽ തന്നെ മുൻകാല പ്രാബല്യത്തിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അതേസമയം വിശദമായ പഠനത്തിന് കൂടുതൽ സമയം വേണമെന്ന അവസ്ഥ വന്നാൽ ശമ്പള കമ്മീഷൻ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യം നിശ്ചയിക്കുന്ന 8ാം ശമ്പള കമ്മീഷൻ സുപ്രധാന തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. കമ്മീഷൻ മുന്നോട്ട് വെച്ച ചോദ്യാവലിയിൽ പ്രതികരണം അറിയിക്കാനുള്ള സമയം മാർച്ച് 31 വരെ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളുടെ ആവശ്യപ്രകാരം മാറ്റിയിട്ടുണ്ട്. സംഘടനകളുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് പ്രതികരണം അറിയിക്കാൻ ആവശ്യപ്പെട്ട് 18 പോയിന്റുകളാണ് 8ാം ശമ്പള കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ സമയം വേണമെന്ന് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. വിശദമായ പഠനശേഷം കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനം. ഇതിന്റെ നിർണായക ഘട്ടമാണ് സർക്കാർ ജീവനക്കാരുടെ പ്രതികരണം തേടുന്നത്. ഇപ്പോൾ മതിയായ സമയം ലഭിച്ചത് സർക്കാർ ജീവനക്കാർക്ക് നേട്ടമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.